ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്, ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവർക്കാണ് സസ്പെൻഷൻ ഉണ്ടായത്. ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഉത്തരവ് ഇറക്കിയത്. ജനം ടിവിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത്. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പിനും ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അരുൺ ആലത്തൂരുണ്ട് വിശദാംശങ്ങളുമായി. അരുണാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ഈ വാർത്ത വിടാതെ പിന്തുടർന്നു. ഒടുവിൽ നടപടി ഉണ്ടായിരിക്കുന്നു. അരുൺ, രാഖി, തീർച്ചയായിട്ടും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ വളരെ ഗുരുതരമായ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ജനം ടി വി പുറത്തുവിട്ട വാർത്തയിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. 2 ഡോക്ടർമാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ജൂനിയർ റെസിഡന്റായ ഡോക്ടർ മുസ്തഫ, അതുപോലെ തന്നെ ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ സർഫാസ് എന്നിവർക്കാണ് ഈ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ സെപ്റ്റംബർ 24 തീയതിയാണ് പാലക്കാട് പല്ലശ്ശേന ഒഴുപാറ സ്വദേശിയായ വിനോദിനി എന്ന 9 വയസ്സുകാരി തൻ്റെ സഹോദരനൊപ്പം ഓടിക്കളിക്കുന്ന സമയത്ത് കൈക്ക് വീണ് പരിക്കേറ്റുകൊണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. അതിനുശേഷം 25-ാം തീയതിയും ആ കുഞ്ഞ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുകയുണ്ടായി. പിന്നീട് 30-ാം തീയതി ആ കുട്ടിയുടെ കൈയെ പഴുത്ത നിലയിലായിരുന്നു. പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ആ കുഞ്ഞിൻ്റെ കൈയെ, അതായത് ഓടിക്കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റ ഒരു കുട്ടിയുടെ കൈയെ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഇത് ആദ്യഘട്ടത്തിൽ ചികിത്സിച്ച ആശുപത്രിയിലെ പിഴവ് കാരണമാണ് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കൈപ്പത്തി, വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കൈപ്പത്തി മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ഡോക്ടർമാർ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദ്യം ബന്ധുക്കളോട് പറയുന്നു. തുടർന്നാണ് ബന്ധുക്കൾ നമ്മൾ ജനം ടി വിയെ ബന്ധപ്പെട്ടത്. തുടർന്ന് ജനം ടി വി നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പിന്നീട് നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ഏറ്റെടുക്കുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കുകയും BJPയും യുവമോർച്ചയും കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് അവർ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നാലെ ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള ന്യായീകരണങ്ങളുമായി ഈ വിഷയത്തിൽ രംഗത്തെത്തുകയുണ്ടായി. ഇന്നലെ പോലും ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് ആണെങ്കിലും അതല്ലെങ്കിൽ ഓർത്തോ വിഭാഗം മേധാവിയാണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു. KGMO ഉൾപ്പെടെയുള്ള ആളുകളും ഡോക്ടർമാരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും കുടുംബം നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ആ കുടുംബം തങ്ങൾ നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതോടുകൂടെയാണ് ഇപ്പോൾ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് 24-ാം തീയതി ഈ കുഞ്ഞിനെ അവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൈയൊടിഞ്ഞ് അവിടെ എത്തിച്ച സമയത്ത് ആദ്യം ചികിത്സ നൽകിയ വ്യക്തിയാണ് ഡോക്ടർ മുസ്തഫ. ആ മുസ്തഫയുടെ അത്യാഹിത വിഭാഗത്തിൽ മുസ്തഫയുടെ അടുത്തേക്കായിരുന്നു, ജൂനിയർ ഡോക്ടറായ മുസ്തഫയുടെ അടുത്തേക്കായിരുന്നു കുഞ്ഞിനെ ആദ്യം എത്തിച്ചത്. ആ ആദ്യ ചികിത്സ നൽകിയ മുസ്തഫ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് നൽകുന്നു. ആ പ്ലാസ്റ്റർ ഇട്ട് നൽകിയതിന് ശേഷം പിന്നീട് അടുത്ത ദിവസം 25-ാം തീയതി വീണ്ടും വരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ വീണ്ടും ഈ കുഞ്ഞിനെ കാണിക്കാൻ പോയപ്പോൾ ആ പിറ്റേന്ന് 25-ാം തീയതി കുഞ്ഞിനെ കാണിച്ചത് ഡോക്ടർ സർഫാസിൻ്റെ OPയിലാണ്. ആ ഡോക്ടർ സർഫാസും ഈ കുട്ടിയെ നോക്കി. അതിനുശേഷം പിന്നീട് ഒക്ടോബർ 3-ാം തീയതിയാണ് ഇവരോട് വരാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒക്ടോബർ 3-ാം തീയതി വരാൻ നിർദ്ദേശിച്ച് അതിനു മുൻപ് തന്നെ കുഞ്ഞിന് വലിയ കലശലായ വേദനയുണ്ടാവുകയും കുഞ്ഞിൻ്റെ കൈയിൻ്റെ നിറം മാറുകയും കൈ വീർക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ഇതോടുകൂടെ ഈ കുടുംബം സെപ്റ്റംബർ 30-ാം തീയതി തന്നെ ഈ കുഞ്ഞിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്താണ് ആ കുഞ്ഞിൻ്റെ കൈക്ക് വലിയ പഴുപ്പുണ്ടെന്നും കയ്യിലെ രക്തയോട്ടം നിലച്ചിരിക്കുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ ചികിത്സയിലെ പിഴവാണ് ഈ കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ള വലിയ പരാതിയായിരുന്നു ഉയർന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ വിഷയത്തിൽ 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ നേരത്തെ നടക്കുകയുണ്ടായി.
DMOയുടെ നേതൃത്വത്തിൽ DMO ചുമതലപ്പെടുത്തിയ പ്രാഥമിക അന്വേഷണ സംഘവും അതിനുശേഷം പാലക്കാട് മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെയും ഡോക്ടർമാരെ നിയോഗിച്ചുകൊണ്ടുള്ള സംഘവും വിഷയം അന്വേഷിക്കുകയുണ്ടായി. ആ 2 ഡോക്ടർമാരുടെ സംഘവും ആശുപത്രി അധികൃതരെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിനിടയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു അന്വേഷണം കൂടി ഈ വിഷയത്തിൽ നടത്തുമെന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ 3 തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അതിൽ ആരോഗ്യവകുപ്പിൻ്റെ സംസ്ഥാന തലത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഏതായാലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എങ്കിൽ പോലും ഈ കുഞ്ഞിൻ്റെ കൈക്ക് ഇങ്ങനെ മുറിച്ചു മാറ്റുന്ന തരത്തിൽ എങ്ങനെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഇതുവരെ അധികൃതർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെയും ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണെങ്കിലും ഓർത്തോ വിഭാഗം മേധാവിയാണെങ്കിലും ഒക്കെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് പോലും അവർക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ കയ്യിലെ രക്തയോട്ടം നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വ്യക്തമായ ഉത്തരം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, അരുൺ കൃത്യമായി പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു, വെള്ളപൂശുന്നുണ്ടായിരുന്നു. ഇതിനിടെ KGMOയെ വന്ന് അവരെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിരന്തരം വാർത്ത നൽകി. പിന്നാലെ ആ കുട്ടിയുടെ അമ്മ 9 വയസ്സുകാരിയുടെ കൈപ്പത്തി മുറിച്ച് മാറ്റേണ്ടി വന്ന ആ കുഞ്ഞിന്റെ അമ്മ വന്ന മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയേണ്ടി വന്നു. അവർ പറഞ്ഞത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, നിരാലംബരായ അവരുടെ മാനസിക വ്യഥ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ് അരുൺ, അല്ലേ? എന്തായാലും ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നില്ല അരുൺ? തീർച്ചയായിട്ടും രാഖി, നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ നമ്മളെ ഈ വിഷയത്തിൽ ഒക്ടോബർ 2-ാം തീയതി വൈകിട്ട് രാത്രിയോടുകൂടെയാണ് നമ്മളെ അവർ വിളിച്ച് വിവരം പറയുന്നത്. അതിനുശേഷം ഒക്ടോബർ 3-ാം തീയതിയാണ് നമ്മൾ പല്ലശ്ശേന ഒഴുവുപാറയിലുള്ള ഈ ഭാഗത്തേക്ക് പോകുന്നത്, ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിലേക്ക് പോയപ്പോൾ വളരെ നിർധനരായ കുടുംബം, ടാർപോളിംഗ് കൊണ്ട് മറച്ചിട്ടുള്ള ഒരു കുടിലിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടെ വെച്ച് അവരുടെ മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആളുകളാണ് വലിയ ദുഃഖത്തോടുകൂടെ ഇവർക്കുണ്ടായ ദുരനുഭവം വിവരിച്ചത്. തുടർന്ന് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന, അന്നന്ന് കൊണ്ടുവരുന്ന അതുകൊണ്ട് ജീവിക്കുന്ന, സ്വന്തമായി വീട് പോലും ഇല്ലാത്ത തരത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകാനാണ് അവരോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യത്തിൽ മറ്റെവിടെയെങ്കിലും സർക്കാർ സംവിധാനങ്ങളിൽ ഞങ്ങൾക്കിത് ചെയ്ത് കിട്ടുമോ എന്ന് ചോദിച്ചാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോലും പോകുന്ന സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലൊരു നിർധന കുടുംബത്തിന് അവർക്ക് ഈ വിഷയത്തിൽ ഇതിന് എന്താണ് ചെയ്യാന്ന് പോലും അറിയില്ലായിരുന്നു. അതായത് നമ്മൾ ഈ വാർത്ത കൊടുക്കാനായി ആദ്യം അവരുടെ അടുത്ത് എത്തുന്ന സമയത്ത് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി. പക്ഷേ ഈ ദുരനുഭവത്തിൽ ഇതെങ്ങനെയാണ് പുറം ലോകത്തെ അറിയിക്കുക, ഇതിലെങ്ങനെയാണ് നടപടി ഉണ്ടാക്കുക, ഇതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പല്ലശ്ശേന ഭാഗത്തെ BJPയുടെ പ്രാദേശിക നേതൃത്വം, പ്രത്യേകിച്ച് നെന്മാറ മണ്ഡലം പ്രസിഡന്റായ നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ള ആളുകളും ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട്, അതായത് നമ്മൾ വാർത്ത കൊടുക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് നിയമപരമായും മറ്റുമൊക്കെ ഇതിലെങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം നമ്മളും ഒപ്പം ഈ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും അവർക്ക് പറഞ്ഞു നൽകി. അവർക്കൊപ്പം ആദ്യാവസാനം കൃത്യമായിട്ട് ഒപ്പം നിന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഇങ്ങനെ ഒരു നടപടി ഇപ്പോൾ ഏതായാലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ജനം TVക്കും ഇത്തരത്തിലൊരു കുഞ്ഞിൻ്റെ ഈ വിഷയം വാർത്ത നമുക്കൊരു കേവലം ഒരു വാർത്തയിലുപരി ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് തോന്നിയത്. കാരണം വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് കൈയൊടിഞ്ഞ് ഓടിക്കളിക്കുമ്പോൾ, സഹോദരനൊപ്പം ഓടിക്കളിക്കുമ്പോൾ വീണ് പരിക്കേൽക്കുന്നു. വീണ് പരിക്കേറ്റ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ ചികിത്സ കൃത്യമായി ഇല്ലാതെ ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇനി ഒരു ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടി കൈയില്ലാതെ ജീവിക്കുക എന്ന് ആലോചിക്കുമ്പോൾ അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളുലയ്ക്കുന്ന വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ആണെങ്കിൽ വൈകിട്ടോടുകൂടെ തന്നെ ആ കുട്ടിയുടെ ബന്ധുക്കൾ ആ കുട്ടി കൈകൊട്ടിക്കളിയും മറ്റും കളിക്കുന്ന മുൻപത്തെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അയച്ചു തരികയുണ്ടായി. അതുപോലും കാണുമ്പോൾ നമുക്ക് വലിയ ദുഃഖത്തോട് മാത്രമേ ഈ ഒരു കുഞ്ഞിൻ്റെ ഈ അനുഭവം നമുക്ക് ഓർക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം അതിൽ ഇനി കൂടുതൽ നടപടികൾ വേണം എന്നുള്ളത് തന്നെയാണ്. ഈ നിർധനരായ കുടുംബത്തിൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന നടപടികൾ, അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് അവർക്ക് വീട് വെച്ച് നൽകുന്നത്, അതുപോലെ ഈ കുട്ടിക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഈ കൈയില്ലാത്തത് കൊണ്ട് നടപടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാമ്പത്തിക
സാമ്പത്തിക പിന്തുണയായിക്കോട്ടെ, ഒപ്പം തന്നെ സാമ്പത്തിക മാനസിക പിന്തുണയായിക്കോട്ടെ എല്ലാം തന്നെ ലഭിക്കേണ്ടതാണ്. കാരണം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നും എത്തിയിട്ടില്ലാത്ത പ്രായമാണ്. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 4ാം ക്ലാസ്സുകാരിയാണ്. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് ജീവിതം മുന്നിലുണ്ട്. ആ ഒരു കൈ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ ആ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവോ ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവോ എന്തിന് ഒരു അസുഖം ഉണ്ടായതോ ഒന്നും അല്ല. ഇവരുടെ നമ്മുടെ സർക്കാർ അവകാശപ്പെടുന്നത് പോലെ നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ ഒരു എന്താണ് അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ അവർ പറയുന്ന പോലെ മികവിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായതാണ് ആ കുഞ്ഞിന് ഈ ഒരു ദുരവസ്ഥ എന്നുള്ളത്. എന്തായാലും കൃത്യമായ നടപടി ഈ വിഷയത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുഞ്ഞ് ഇപ്പോഴും ചികിത്സയിലാണ് എന്നുള്ളതാണ്. ആ കുടുംബവുമായി സംസാരിച്ചിരുന്നു അരുൺ. എന്താണ് ഇപ്പോഴത്തെ ആ കുഞ്ഞിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി? രാഖി, തീർച്ചയായിട്ടും ആ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അവർക്ക് ഇപ്പോഴുണ്ടായ നടപടിയിൽ അവർ തൃപ്തർ തന്നെയാണ്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നു. ഒരു വീട് പോലുമില്ല, ചികിത്സിക്കാൻ പണമില്ല. ഇനി കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ആ കുട്ടിയുടെ ജീവിതം തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ആ നിർധനരായ കുടുംബത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ആ കുട്ടി ഇടയ്ക്കിടെ അമ്മയോട് ചോദിക്കുന്നു, എൻ്റെ കൈ ഇനി ശരിയാവില്ലേ, കൈ ഇവിടെ അമ്മേ എന്ന തരത്തിൽ വളരെ നൊമ്പരപ്പെടുത്തുന്ന ചോദ്യം വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് നിരന്തരം ചോദിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ നടപടികൾ വേണ്ടിയിരിക്കുന്നു. അതിന് സർക്കാർ തലത്തിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ ചികിത്സയും മറ്റും ഏറ്റെടുക്കുന്നതായാലും അവർക്ക് വീട് വെച്ച് നൽകുന്നതായാലും അതോടൊപ്പം തന്നെ അവരുടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വേദനയിലാണ് ഇപ്പോഴും. ആ കുട്ടിക്ക് ഇപ്പോഴും കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും വേദന ഉണ്ടാകുന്ന സ്ഥിതിയായിരുന്നു. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ബന്ധുക്കളെല്ലാവരും. നേരത്തെ പാലക്കാട് ആ മുത്തശ്ശിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുൾപ്പെടെ കുടുംബം മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്. അരുൺ, എന്തായാലും നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പം ജോയിൻ ചെയ്ത പ്രേക്ഷകർക്കായിട്ട് ഈ കുട്ടിക്ക് എന്നാണ് ഈ അപകടം പറ്റുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഓടിക്കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റതാണ്. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ഈ പറഞ്ഞ പോലെ മുറിവ് കൃത്യമായ പരിചരണ നൽകാതെ ഒരു മുറിവിൽ പ്ലാസ്റ്റർ ഇട്ട് വിട്ടതാണ് ഈ കുഞ്ഞിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണമായത്. അത് സംബന്ധിച്ച് ആ ഒരു വിഷയം വളരെ ചുരുക്കി ഒന്ന് പറയാമോ അരുൺ? രാഖി, 24-ാം തീയതി, അതായത് സെപ്റ്റംബർ 24-ാം തീയതിയാണ് ഈ കുഞ്ഞിന് അപകടം പറ്റുന്നത്. അതായത് ഈ കുട്ടിയും കുട്ടിയുടെ സഹോദരനും ഉൾപ്പെടെ പഠിക്കുന്നത് പാലക്കാട് പല്ലശ്ശേരിയിലെ ഒഴുപാറ സ്കൂളിലാണ്. ആ ഒഴുപാറയിൽ അമ്മയുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അമ്മയുടെ വീട്ടിൽ താമസിക്കുന്നതിനിടെ അച്ഛൻ്റെ വീട് വടകരപ്പതി എന്ന ചിറ്റൂരിനടുത്തുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവർ സ്കൂൾ അവധിയായതുകൊണ്ട് അങ്ങോട്ടേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ ചേച്ചിയും അനിയനും കൂടി ഓടിക്കളിക്കുകയായിരുന്നു. അങ്ങനെ ഓടിക്കളിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കുട്ടിക്ക് വീണ് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റ ഉടനെ തന്നെ 24-ാം തീയതി വൈകിട്ടോടുകൂടെ, രാത്രിയോടുകൂടെ തന്നെ ആ കുട്ടിയെ കൃത്യമായിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഡോക്ടർ മുസ്തഫ എന്ന ഡോക്ടറായിരുന്നു ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന. ആ ഡോക്ടറാണ് ചികിത്സ നൽകുന്നത്. കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് നൽകുന്നു. അതിനുശേഷം പെയിൻ കില്ലറും മറ്റും കൊടുത്ത് പറഞ്ഞയച്ചു വിടുന്നു. പിറ്റേന്ന് 25-ന് OP-യിൽ കാണിക്കാൻ പറയുന്നു. OP-യിൽ കാണിക്കുന്നു ഇവർ കൃത്യമായിട്ട്. OP-യിൽ കാണിക്കുന്ന സമയത്ത് തന്നെ സഹിക്കാനാവാത്ത തരത്തിലുള്ള വേദനയുണ്ട് പറയുന്നു. അപ്പോൾ കൈ ഒടിഞ്ഞാൽ വേദന ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ദിവസം കാണിച്ചപ്പോൾ ഡോക്ടർ സർഫാസിൻ്റെ OP-യിലായിരുന്നു കാണിച്ചത്. ആ ഡോക്ടർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് അവരെ തിരിച്ചയക്കുന്നു. ഒക്ടോബർ 3-ാം തീയതി ഇനി അടുത്ത ദിവസമായിട്ട് വന്നാൽ മതി, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് മടക്കി അയച്ച ആ കുടുംബം, പക്ഷേ ആ കുട്ടിക്ക് വീണ്ടും വലിയ വേദനയുണ്ടാവുന്നു. കയ്യിലെ നിറം മാറുന്നു. ഒപ്പം കയ്യിലെ രക്തയോട്ടം പൂർണ്ണമായി നിലച്ച സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കയ്യിലെ നിറം മാറി വലിയ വേദന ഉണ്ടായതോടുകൂടെ തന്നെ ഒക്ടോബർ 3-ന് വന്നാൽ മതി എന്ന് പറഞ്ഞ ആ കുടുംബം സെപ്റ്റംബർ 30-ന് തന്നെ വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നു. ആ സമയത്താണ് കുട്ടിയുടെ കയ്യിലെ രക്തയോട്ടം
രക്തയോട്ടം നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഇവർ പ്ലാസ്റ്റർ മാത്രമാണ് ഇട്ട് നൽകിയത്. പക്ഷേ പ്ലാസ്റ്റർ ഇട്ടതിലുപരി നരമ്പിൽ ഡാമേജ് ഉണ്ട്, രക്തം കട്ട പിടിച്ച് ആ രക്തയോട്ടം കയ്യിലേക്ക് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ജില്ലാ ആശുപത്രിയിലെ കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാർ തിരിച്ചറിയുന്നു. ഉടൻ തന്നെ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ്. സ്വകാര്യ ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്യാനിരുന്നത്. പക്ഷേ അവർക്ക് കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചപ്പോഴാണ് ആ കൈ ഇനി മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ ഡോക്ടർ മുസ്തഫയും സർഫാസും ഉൾപ്പെടെ ചികിത്സിച്ച ഘട്ടത്തിൽ തന്നെ ഈ നരമ്പിലെ ബ്ലഡ് ക്ലോട്ടായി ആ കയ്യിലെ രക്തയോട്ടം പ്രശ്നത്തിലാണെന്ന് അപ്പോൾ കണ്ടെത്തിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് കൈ മുറിച്ചു മാറ്റേണ്ട കൃത്യമായ ഒരു നടപടി നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന്, ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. അതുതന്നെയാണ് ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ്. പാലക്കാടാണ് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഡോക്ടർമാർക്ക് ഈ വിഷയത്തിൽ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജനം ടിവിയാണ് ഈ വിഷയം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവർക്കാണ് സസ്പെൻഷൻ ഉണ്ടായത്. ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഉത്തരവ് ഇറക്കിയത്. ജനം ടിവി ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. പിന്നീട് മറ്റ് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും പിന്നീട് വലിയ ചർച്ചയാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തതോടുകൂടി ആരോഗ്യ സംവിധാനത്തിന്, ആരോഗ്യ വകുപ്പിന് ഈ ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അരുൺ ആലത്തൂരാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.